ഹലോ, അപ്പോൾ ബിഗിനേഴ്സിന് വരെയും ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രോഷറ്റ് റോസ് ഉണ്ടാക്കിയെടുത്താലോ? ഹാർട്ടിൻ്റെ ട്യൂട്ടോറിയൽ ഇടാമെന്ന് ഞാൻ കുറച്ച് നാളായി പറയുന്നു. പിന്നെ ഹാർട്ടിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 50-55 ചെയിൻ സ്റ്റിച്ചൊക്കെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ റോസിന് എത്രത്തോളം വലിപ്പം വേണോ അത്രയും ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷ്യ ആട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ചെയിൻ ഫുള്ള് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അത് ടേൺ ഓവർ ചെയ്തിട്ട് പിന്നെയും ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ലൈനും നമ്മൾ കംപ്ലീറ്റ്ലി ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡബിൾ ക്രോഷ്യ നമ്മൾ ഫുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് പിന്നെയും നമ്മൾ ടേൺ ഓവർ ചെയ്യുവാണ്. ഇനി നമുക്കൊരു ഷെല്ലിൻ്റെ ഡിസൈൻ ആട്ടോ ചെയ്യാനുള്ളത്. പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് ഇതാ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്, അത് ചെയ്യാം. ഈ ഷെല്ലിൻ്റെ പാറ്റേൺ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഒരു ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞ് ആ ചെയിനിലേക്ക് തന്നെ ഒരു 7-8 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷെല്ലിൻ്റെ ഡിസൈൻ കിട്ടും. അപ്പോൾ ഇതാ ഇങ്ങനൊരു ഡിസൈനാണ് നമുക്ക് കിട്ടുക, ഒരു ഷെല്ല് പോലത്തെ ഇരിക്കുന്നത്. അതിനാണ് ഷെൽ പാറ്റേൺ എന്നൊക്കെ പറയുക. ഇങ്ങനെ തന്നെയാണോ ഷെൽ ഡിസൈൻ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. ഇനി സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ത്രൂ ചാ.